ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഞാൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും ഇന്ന് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. അവിടുന്ന് ശിവരാജ് ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുള്ളതാണ്. ശിവരാജ് ഇപ്പോൾ ഓസ്ലർ എന്ന് പറഞ്ഞ പടത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം ചെയ്ത് വളരെ പോപ്പുലറായി വരുന്ന സമയമാണ്. ഇത് ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ സാജൻ മാധവ് ഇതിനു മുമ്പ് മലയാള സിനിമ ചെയ്തിട്ടുണ്ട്, തമിഴ് സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പൊ ഇറക്കിയിട്ടുള്ള 2 സോങ് ഔട്ട് ചെയ്തിട്ട് 2 ഹിറ്റ് ലെവലിൽ വന്നിട്ടുള്ള 2 സോങ്സ് ആണ്. നിഖിൽ പി നാരായണൻ ഞങ്ങളുടെ സിനിമാറ്റോഗ്രാഫറാണ്, DOP. നിഖിലിന്റെ ആദ്യത്തെ സിനിമയാണ്. നിഖിൽ വിനോദ് ഇലമ്പള്ളി, പ്രശസ്തനായ ഛായാഗ്രഹൻ വിനോദ് ഇലമ്പള്ളിയുടെ അസോസിയേറ്റ് ക്യാമറമാൻ ആയിരുന്നു. ഞങ്ങളുടെ നായകൻ സൂരജിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ശ്രവണ, ഞങ്ങളുടെ ഹീറോയിൻ ശ്രവണ ലാൽ ജോസിന്റെ തട്ടിൻപുറത്ത് അക്ഷരം എന്ന് പറഞ്ഞ പടത്തിലാണ് ആദ്യമായിട്ട് നായികയായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം 3 സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇത് മരിയ പ്രിൻസ്. മരിയയും ഒരുപാട് നാടക രംഗത്തോടെയാണ് പ്രവേശനം ചെയ്തത്. സിനിമകളിലും സജീവമാണ്. ഇപ്പോൾ മൃദുഭാവി കൃതകൃത്യം ഞങ്ങളുടെ സിനിമ ഫെബ്രുവരി റിലീസാണ്. ഞങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. കാരണം ഞാനിതുപോലെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ചെയ്തൊരു സിനിമയാണ്. അതിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. പിന്നെ ഇത്തരം കുറെ പുതുമകളെ കൂടെ അണിനിരത്താൻ സാധിച്ചതിലും അവരുടെ പെർഫോമൻസ് നിങ്ങൾക്കായി അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഡിഫറെന്റ് ജോണറുള്ള സിനിമ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ട്രെയിലറും ടീസറും അതിന്റെ സോങ്സും കാണുമ്പോൾ പഴക്കം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ആ സിനിമയുടെ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷനിലുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ഫ്ലാഷ് ബാക്കിന് ആ രീതിയിൽ എടുക്കുകയും അതിനുശേഷമുള്ള ലൈവിലുള്ള ട്രീറ്റ്മെന്റ് വ്യത്യസ്തവുമാണ്. അപ്പോൾ കുറച്ച് സസ്പെൻസ് റിലേറ്റഡ് മൂവി ആയതുകൊണ്ട് ആ പോർഷൻസ് ഒക്കെ ഞങ്ങൾ തിയേറ്ററിലൂടെ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ആദ്യം തന്നെ അവിടെ തുടങ്ങാം. ശിവരാജിനോട്. നമസ്കാരം. ഞാനാണ് പറയുന്നത്. ചോദിക്കുക. ശിവരാജ് ബ്രോ, നമസ്കാരം. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. പോസ്റ്റർ പോകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് ഇതാരും ആദ്യം ചെയ്തിരുന്ന സിനിമ? അതെ, ഓസ്ലറിന് മുന്നേ ചെയ്ത സിനിമയിലാണ്. ഓഡിഷൻ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ എത്തിയത്. അപ്പം സാറിൻ്റെ ഒരു ആക്ടിങ് ഞാനിൻ്റെ ഭാഗമാകാൻ പറ്റി. ഈ സിനിമയിൽ സാറ് ഞങ്ങളെല്ലാവരെയും സിനിമയുടെ ഓരോരുത്തരെയും സാർ പ്രത്യേകം ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ അനുഭവ സമ്പത്ത് നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. ആ രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സാറ് പറയുന്നത്. ഇത് ഏത് ജോൺ ചിത്രമാണെന്ന് പറയാൻ പറ്റുമോ? കാരണം ടീച്ചർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇത് ഹിസ്റ്ററി ചെയ്യണോ, അതോ ഒരു പ്രണയമുണ്ട്, ഫൈറ്റിംഗ് ഉണ്ട്, പൊളിറ്റിക്ക് വരുന്നുണ്ട്. ഇത് ഏത് ജോണ ചിത്രമാണ്? ജോണർ പറയുമ്പോൾ ജേർണി ടു ജസ്റ്റിസ് ഒരു ജോണറിൽ വരുന്ന സിനിമയാണ്. ഡയറക്ടർ സാർ നമസ്കാരം. നമസ്കാരം സാർ, ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്തൊരു ചിത്രമാണ്. അപ്പോൾ ഒരു പാത്രത്തോളം അപ് ടു ഡേറ്റ് ആയിട്ട് അത് പുതുമുകളെ വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടോ? അത് അപ്ഡേറ്റഡ് ആവണം, ടെക്നിക്കലി നോക്കണം. സാറിൻ്റെ എല്ലാ ചിത്രങ്ങളും ഒന്നിനൊന്നൊരു ഡിഫറൻസ് ആണ്. ഒരേ പാറ്റേൺ ഫോളോ ചെയ്യുക അങ്ങനത്തെ ഒരു ഇതല്ല. ചേട്ടായി സൈഡ് ചെയ്ത് അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ചിത്രങ്ങളാണ്. എന്താണ് മൃദുഭാവയെ തിരഞ്ഞെടുത്ത ആ ഒരു എന്താണ് അങ്ങനെ ഒരു ചിത്രം ചെയ്യാനുള്ള കാരണം എന്താണ്? ഞാൻ എപ്പോഴും ഒരു ഗ്യാപ്പിന് ശേഷം സിനിമ ചെയ്യുന്ന ഒരാളാണ്. അതായത് എനിക്ക് ഈ സബ്ജക്ട് ചൂസ് ചെയ്യുന്നതിൽ ചിലപ്പോൾ പലപ്പോഴും ഒരു അല്ലെങ്കിൽ ഒരു പരാജയ ഭീതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതായത് ഞാൻ ആദ്യ സിനിമ ചെയ്ത മുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോണറുള്ള സിനിമയല്ല എനിക്ക് എൻ്റെ ആദ്യ സിനിമയെ സെലക്ട് ചെയ്യേണ്ടി വന്നതും ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയത് കൊണ്ടാണ്. പിന്നെ ഞാൻ അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു ആക്ഷൻ സിനിമയുടെ ആളാണ്, ഒരു കമേഴ്ഷ്യൽ. ആക്ച്വലി അതിനൊരു ഞാനൊരു റിയലിസ്റ്റിക് ബേസിൽ മാത്രം കാര്യങ്ങൾ കാണുകയും അത്തരം സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരാളാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. പക്ഷേ ചെയ്ത സിനിമകളൊക്കെ പക്കാ കമേഴ്ഷ്യൽ അതാത് കാലഘട്ടത്തിലുള്ള സിനിമകളാണ് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമയുടെ സമീപനത്തിൽ കുറച്ച് കാലതാമസം വരും. സബ്ജക്ട് കൺസീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്. പിന്നെ ആ രീതിയിലുള്ള സബ്ജക്ട് എനിക്ക് എൻ്റെ പരാജയം എന്ന് പറയുന്ന അത്തരം സബ്ജക്ട് എനിക്ക് സ്വയം രൂപപ്പെടുത്താൻ പറ്റാറില്ല.
എനിക്ക് ആരുടെയെങ്കിലും ഒരു തിരക്കഥാകൃത്തിന്റെ സഹായം തന്നെ വേണം. അങ്ങനെയാണ് പിന്നെ അവരായിട്ടുള്ള സംവാദത്തോടെയാണ് നമ്മൾ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യപ്പെടുന്നതും അത് ചെയ്യാൻ നിർബന്ധിതരാവുന്നതും. ഇപ്പോ വടക്കുന്നാഥൻ എന്നൊരു പടം വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. അപ്പൊ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ആ ജോണറിൽ ആവരുതെന്നും വ്യത്യസ്തമായ ശൈലിയിൽ ഒരു സിനിമ ചെയ്യണമെന്ന് വാശി പിടിച്ച് മാറി എന്നതിന്റെ ഫലമാണ് ഈ പറഞ്ഞ ചേട്ടായിസ് എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ അത് വടക്കുന്നാഥന്റെ എൻറ്റയർലി വേറൊരു ഫേസ് ആണ് ചേട്ടായിസ് എന്ന് പറയുന്നത്. യാതൊരു വിധത്തിലും ട്രീറ്റ്മെന്റ് ഭാഗത്തും സബ്ജക്ട് വൈസും ഒന്നും ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ്. അതിലെനിക്ക് വലിയൊരു സന്തോഷം തോന്നി. കുറച്ച് ഡിലേ ആയാലും വ്യത്യസ്തമായി പുതുമയുള്ള, അതായത് ന്യൂ ജനറേഷന് രുചിക്കുന്ന പോലെയുള്ള സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അതിന്റെ ട്രീറ്റ്മെന്റിലും സ്ക്രിപ്റ്റിങ്ങിലും അതിലെ കാസ്റ്റിങ്ങിലും എല്ലാം ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ ഇനിയും സിനിമ ചെയ്യുമ്പോൾ ഇതുപോലെ സമയമെടുത്ത് ചെയ്യാം. ഇതുപോലെ സത്യം പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള പിന്നെ ലിജോ ആണെങ്കിലും അങ്ങനെയുള്ള ആളുകൾ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ്. ഇപ്പൊ ഈ സിനിമ ചെയ്യാൻ ഇടയായത് ഞാൻ ഇതല്ല ആക്ച്വലി ചെയ്യാൻ ഉദ്ദേശിച്ചത്. രാകേഷ് കുർവാലിയുടെ സ്ക്രീൻ പ്ലേയിൽ വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അത് ഈ കോവിഡിന്റെ പ്രശ്നം കൊണ്ട് ഡിലേ ആയി പോയതാണ്. അപ്പൊ ആ ഡിലേ ആയി 2 വർഷം അത് കഴിഞ്ഞു. ആ സമയത്ത് പെട്ടെന്ന് ഒരു സിനിമ ചെയ്യാനായിട്ട് ഇത് നമ്മുടെ ഇപ്പൊ ചെയ്യുന്ന മൃതഭാവി ദൃകൃതി എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറിന്റെ നിർമ്മാതാവിന്റെ സ്വന്തം കഥയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെത്തുന്ന ചില മുഹൂർത്തങ്ങൾ പക്ക അതുപോലെയല്ല, അത് കുറച്ചുകൂടി സിനിമാറ്റിക് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ സിനിമ പുള്ളിക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് പുള്ളി വളരെ സ്നേഹത്തോടെ എന്നെ സമീപിച്ചപ്പോൾ എനിക്കതൊന്ന് ഒഴിഞ്ഞു മാറാൻ തോന്നിയില്ല. ആദ്യം എനിക്കത് ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഈ സിനിമ ചെയ്യേണ്ടതുണ്ടെന്ന് ഒരിക്കലും ആലോചിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന് ഒരു വലിയ അംബിഷനാണ്, അദ്ദേഹത്തിന് വേണ്ടി അങ്ങനെ സിനിമ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഫലമാണ് ഇപ്പോ ഈ രീതിയിൽ വന്നെത്തിയിട്ടുള്ള മൃദുഭാവ എന്നത്. ഓരോ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരേ പാറ്റേൺ പിടിക്കരുതെന്ന് പറഞ്ഞു ഒരേപോലെ ആവരുതെന്ന് ആഗ്രഹിക്കുന്നുള്ളത്. താങ്കളുടെ ചിത്രങ്ങൾ തന്നെ ഇപ്പോൾ കൂടുതലും തിയേറ്ററുകളിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ റിലീസായി OTT-യിലോട്ടോ അല്ലെങ്കിൽ ടെലിവിഷനിലോട്ടോ വരുമ്പോഴേ ഇച്ചിലൂടെ ആളുകൾ അറിയുന്നത് ഫാമിലി ഓഡിയൻസ് ചേട്ടായിസ് ആയാലും അങ്ങനെ ഒരു ഇതായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുകളായാലും അങ്ങനെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇത് തിയേറ്ററിൽ അല്ല ആളുകൾ അങ്ങനെ സ്വീകരിക്കുന്നില്ല അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും അതിനൊരു കാരണങ്ങളുണ്ട്, നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാരണങ്ങളുണ്ട്. ചേട്ടായിസ് എന്നുള്ള പടം ചെയ്യുമ്പോൾ അതിന്റെ പരസ്യത്തില് മാർക്കറ്റിംഗിൽ അതിന് ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അതായത് അതിൽ ഇതിന് മുമ്പ് വന്ന പല സിനിമകളുടെയും ശോഭയുള്ള പോലെയുള്ള പോസ്റ്റേഴ്സ് ആയിരുന്നു. അതായത് ഈ 5 മധ്യവയസ്കരായ 5 പേരുടെ മാത്രം പോസ്റ്റേഴ്സ് ആണ്. ആക്ച്വലി അതിൽ ഹീറോയിൻ ഓറിയന്റഡ് സബ്ജക്ട് കൂടിയാണ്. മിയ ആണ് അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തത്. മിയയുടെ ഫസ്റ്റ് ഹീറോയിൻ സിനിമ കൂടെ അതായിരുന്നു. അപ്പൊ ഒരു പോസ്റ്റർ പോലും മിയെ പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല. മിയ നിർബന്ധമായിട്ട് വേണമെന്ന് ഞാൻ പറയുകയും അത് വേറെ ചില കാര്യങ്ങൾ കൊണ്ടും വേറെ സാഹചര്യങ്ങൾ കൊണ്ടും ഞാൻ മദ്രാസിൽ അതിന്റെ മിക്സിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഓൾറെഡി ഈ രീതിയിലുള്ള പോസ്റ്ററുകളാണ് ചുവരിൽ കണ്ടത്. എനിക്കത് വലിയ വിഷമമുണ്ടായി. സത്യത്തിൽ മലബാറിലൊക്കെയുള്ള ആ പടത്തിൽ, മലബാർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു വലിയ കളക്ഷൻ ഏരിയ ആണ്. മലബാറിലെ ഒരു സ്ത്രീകളും തിയേറ്ററിലേക്ക് കയറുകയുണ്ടായില്ല. വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമല്ല. മലബാറിലെ വലിയ കളക്ഷൻ അതിന് ഡള്ളാക്കി. നേരെ മറിച്ച് യൂത്തിന് ഭയങ്കര ഇഷ്ടമാവുകയും യൂത്ത് ആ സിനിമയെ കുറിച്ച് വലിയ അഭിപ്രായം, റിലീസിംഗ് ഡേറ്റ്സിൽ തന്നെ തിയേറ്ററിൽ യൂത്തിന്റെ മാത്രം പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ മിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പരസ്യങ്ങൾ ചെയ്യാതെ ഉണ്ടായതിന്റെ ഒരു സങ്കടം എനിക്ക് ഇപ്പോഴുണ്ട്. ഇപ്പൊ ഈ പടത്തിന്റെ പരസ്യം ചെയ്യുമ്പോൾ ഞാൻ മനു ഡാവിഞ്ചിയാണ് നമ്മുടെ ഡിസൈനർ. ഇതേ മാറ്റർ ഞാൻ മനുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ 5 പേരുടെ ഫോട്ടോ മാത്രം വന്നാൽ പോരാ, വളരെ പ്രോമന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശ്രവണ ചെയ്തിട്ടുള്ളത്. ശ്രവണയെ പോസ്റ്റർ വേണം എന്ന് ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, കാരണം പുരുഷന്മാർ മാത്രം സിനിമയാകുമ്പോൾ പുരുഷന്മാർക്ക് ഇഷ്ടമാവും. പക്ഷെ സ്ത്രീകൾക്ക് കുറച്ച് അവരുടെ കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാകുമ്പോൾ അവര് മൊത്തമായിട്ട് വൈപ്പ് ഓഫ് ആവാണ് തിയേറ്ററിൽ. അപ്പൊ ഈ പടത്തില് ഇനി നമ്മുടെ പ്രൊമോഷൻസിൽ ശ്രവണയെ കൂടി പോസ്റ്റർ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാനിപ്പോ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല, അത് ഞാൻ ആവാൻ പാടില്ല. നമ്മൾ അതിനൊരു ഫീൽ കൊടുക്കാൻ പാടില്ല. നമ്മുടെ എല്ലാവരും ലൈഫിൽ വലിയൊരു ഭാഗം നമ്മളുടെ അമ്മ അല്ലെങ്കിൽ നമ്മളുടെ വൈഫ് അല്ലെങ്കിൽ നമ്മളുടെ മക്കളാണെങ്കിലും ആ രീതിയിലാണ്. പക്ഷെ സിനിമക്ക് മാത്രം പലപ്പോഴും അത് മാറി പോകുന്നുണ്ടല്ലോ. ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യം. എൻ്റെ ആദ്യം മുതൽ എല്ലാ സിനിമകളിലും ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഒരുപാട് പ്രോമിനൻസ് കൊടുക്കുന്നതാണ്. ചേട്ടായിസ് തന്നെ ആ കാലത്ത് അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് മുന്നേ അറിയില്ല. അതായത് ഹീറോയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹീറോയിനെ അടിക്കുമ്പോൾ വിത്തിൻ നോ ടൈം ഹീറോയിൻ തിരിച്ച് ഹീറോയുടെ മുഖത്ത് അടിക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾക്കൊക്കെ അത് വലിയ അപ്രീസിയേഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതുപോലെ രജപുത്രനാണ് അതിന്റെ ആദ്യ സിനിമ. രജപുത്രനിൽ സുരേഷ് ഗോപിയും ശോഭനയും തമ്മിലുള്ള കോമ്പിനേഷൻസിൽ ശോഭന സുരേഷ് ഗോപി എടാ
എന്നാണ് വിളിക്കുന്നത്. അന്ന് ഒരു സ്ത്രീ എടാ എന്ന് വിളിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഒരു അതിശയമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ത്രീ അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ ഈക്വൽ ലെവലിലേക്ക് വരണം എന്നൊരു സൂചന അപ്പൂരെ കൊടുക്കാൻ എനിക്ക് നല്ല താല്പര്യം. സിനിമ ഒരു പേരിന് നല്ല പ്രാധാന്യമുണ്ടല്ലോ. അപ്പൊ നമ്മൾ ജാഫ്രിക്ക് കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അതിന്റെ പേര് വളരെ സിമ്പിൾ ആക്കുക എന്നുള്ള രീതിയിൽ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ബുദ്ധിമുട്ടാകുമ്പോൾ ഒരാളൊരു പടം കണ്ടു തിരിച്ചു വരുമ്പോൾ ഏത് പടത്തിനാ പോയെന്ന് പറഞ്ഞിട്ട് അത് തിരിച്ച് പറയാനുള്ള പറ്റുന്നില്ല. അപ്പൊ അത് കുറച്ചുകൂടെ സിമ്പിളാക്കുക. ഈ പേര് കുറച്ച് ക്രെഡിറ്റിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പേര് സെലക്ട് ചെയ്യാനുള്ളത്? എനിക്ക് അതിനോട് നല്ലൊരു അഭിപ്രായം ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ബോൾഡായിട്ടുള്ള തീരുമാനം സിനിമ അതിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളതാണ്. സിനിമയ്ക്ക് ഒരു പേര് വേണ്ട നിർബന്ധമാണ്. നമ്മൾ മക്കൾക്ക് ഒരു പേര് ഇടുമ്പോൾ നമ്മൾ കുറെ പേരുകൾ അന്വേഷിച്ച് അവസാനം നമുക്ക് അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ് ഇടുന്നത്. ആൾക്കാർ പറയുന്നു വിളിക്കുന്നതല്ല നമ്മുടെ വിഷയം, അല്ലെ? നമ്മുടെ പേഴ്സണൽ താല്പര്യമാണ്. നമ്മുടെ കുഞ്ഞുമോലത്തിനാണ് നമ്മൾ സിനിമയ്ക്ക് ഒരു പേര് ഒരുപാട് നമ്മൾ ആലോചിച്ചിട്ടാണ്. എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്നൊരു പടം കേരളത്തിൽ റിലീസായപ്പോ ഒരാളും ഞാൻ ആ പടത്തിന് പേര് പറഞ്ഞു കേട്ടിരുന്നില്ല. ഷാറുഖ് ഖാൻ കാജോൽ സിനിമ സൂപ്പർ സിനിമ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പടം കഴിഞ്ഞ് വന്നിട്ട് പടത്തിന് പോകുമ്പോഴും ആ പടത്തിന് പേര് കൊണ്ട് ഒരു കോട്ടം ആ സിനിമക്ക് തട്ടാണെങ്കിൽ ആ സിനിമ കേരളത്തിൽ ഓടാതിരിക്കണമായിരുന്നു, അല്ലെ? ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ ആ കാലം മുതൽ ഇക്കാലത്ത് പോലും എത്ര പേര് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പടം ഇന്ത്യയിലെ നമ്പർ 1 ഹിറ്റാണ്. അപ്പൊ അതെല്ലാം ഒരു പ്രചോദനമാണ്. അപ്പൊ അതല്ല നമ്മൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഒരു പേര് എടുക്കാൻ കാരണം ഇതിന് സബ്ജക്റ്റ് ആയിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടാണ്. ഇതിൽ ഞങ്ങൾ ഹൈലൈറ്റ് വെച്ചിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത് പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണിലാണ് സെക്കൻഡ് ഹാഫിൽ കഥ പോകുന്നത്. അപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ വിഷയങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നായകന്റെ ക്യാരക്ടർ പ്രകാരവും നായകന്റെ മുന്നോട്ടുള്ള നീക്കം സെക്കൻഡ് ഹാഫിലുള്ള ഡിസ്കോസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു മൃദുഭാവത്തിലൂടെ ദൃഢമായ കൃത്യങ്ങൾ ചെയ്യുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പേര് ഫിക്സ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അന്ന് ഈ പേര് ആദ്യമായിട്ട് പ്രൊഡ്യൂസർ എടുത്തും ആക്ടർ എടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ അത് വിഷയമാവത്തില്ല, പറഞ്ഞ കളക്ഷൻ അത് ഒരിക്കലും ബാധിക്കത്തില്ല, ആളുകൾ പറഞ്ഞത് പ്രിപ്പയർ ആവും. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം മൃദുഭാവ ദൃഢകൃതി എന്നല്ല ഫസ്റ്റ് ടൈറ്റിലായിട്ട് അനൗൺസ് ചെയ്തത്. MBDK എന്നുള്ള ചുരുക്കപ്പേരാണ് ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് MBDK എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഞങ്ങൾ മൃദുഭാവ ദൃഢകൃതി എന്ന് പറഞ്ഞു. അപ്പൊ അത് പറയാൻ പറ്റാത്ത ദൈവാദിനം കൊണ്ട് മൃദുഭാവ ദൃഢകൃതി എന്ന് പാടിക്കൊണ്ട് ഒരു സിനിമ ഇറങ്ങുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചുകൂടെ അത് എളുപ്പമായി. അതൊരു ഭാഗ്യം പോലെയാണ് ആ പാട്ട് വന്നതെന്ന് ഞങ്ങൾ കരുതുന്നു. ഈ സിനിമ ഇപ്പോൾ 2 ജനറേഷൻസിന്റെ കൂടി ഒരു കൂടിച്ചേരലുണ്ടല്ലോ. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകൻ വരികൾ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ രവീന്ദ്ര മാസ്റ്ററുടെ മകൻ സംഗീതം കൊടുക്കുന്നുണ്ട്. അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ലോഞ്ച് ആയിരുന്നു. പ്ലാൻഡ് ആയിട്ട് ലോഞ്ച് എന്ന് പറയാൻ പറ്റില്ല. ഒരു സിനിമ വന്നപ്പോൾ ഞാൻ ഇവർക്ക് ഓർക്കേണ്ടത് ഇത് ഉത്തരവാദിത്വമാണെന്നുള്ളൊരു അത് എൻ്റെ ഒരു കടമയാണെന്ന് വിശ്വസിച്ച് ചെയ്യുന്നതാണ്. ഇവര് രണ്ടുപേരും മാത്രമല്ല, ഡയറക്ടർ ബാബുവിന്റെ മകളാണ് ശ്രവണ. ഞാൻ 3 പേര് ഇൻഡസ്ട്രിയിൽ പോപ്പുലർ ആയിട്ട് നിന്നുള്ള 3 വ്യക്തികളെ എനിക്ക് എന്റെ സിനിമയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് എനിക്കതൊരു വലിയൊരു ഭാഗ്യമാണ്. അവർക്കല്ല, എനിക്കതൊരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഗിരീഷിന്റെ മകനോട് ഗിരീഷിനോട് ഒരു കമ്മിറ്റ്മെന്റിനാണ്, രവിയോട് കമ്മിറ്റ്മെന്റ് ആണ് സാജൻ മാധവോട് കൊടുക്കുന്നത്, പിന്നെ ബാബുവിനോടുള്ള കമ്മിറ്റ്മെന്റ് പേഴ്സണൽ കമ്മിറ്റ്മെന്റിൽ ഒരിക്കലും ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു എന്നുള്ള കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് കമ്മിറ്റ്മെന്റ് ആണെന്ന് ഞാൻ സ്വയം കരുതുന്നത് കൊണ്ടാണ്. ആർക്കും അങ്ങനെ ചിന്തിക്കാം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളെല്ലാവരും തന്നെ നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ സഹായിക്കുകയാണെങ്കിൽ എത്ര പേർക്ക് അത് ഒരു സ്റ്റെപ്പ് വെക്കാൻ ഒരു ഏരിയ അല്ലേ, അവരത് പോണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതല്ലേ എന്നുള്ള ചിന്ത മാത്രമാണ് അതിന് പിന്നിൽ. ഇപ്പോ അച്ഛൻ ഉണ്ടാക്കിയൊരു ലെഗസി ഉണ്ട് മലയാള സിനിമയിൽ. സെമി ക്ലാസിക്കൽ ഹിറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു പര്യായമായിട്ട് അച്ഛനെ പേരിനെ ഓർക്കാം. അപ്പൊ അച്ഛന്റെ ലെഗസിയെ തുടർന്നുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അച്ഛനെ പോലെ ഇനിയും ക്രിയേറ്റ് ചെയ്യുക, അതായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം സിനിമ വേറെയാണ്, നമ്മൾ ചെയ്യുന്ന സിനിമ എന്ത് ആവശ്യപ്പെടുന്നോ അത് ചെയ്യാൻ വേണ്ടി പറ്റുക. അങ്ങനെ ചെയ്യണമെന്നുണ്ട്, മ്യൂസിക്കലായി ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ അങ്ങനെ പഠനം വരുന്നില്ല, തീരെ വരുന്നില്ല. ഇപ്പോൾ അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യും പറഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കണം, ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, അത് നോക്കുന്നില്ല. അച്ഛനെ പോലെ ചെയ്യണമെന്നൊന്നും എന്റെ മൈൻഡില്ല. ഞാൻ ഷാലിന്റെ ആദ്യം മീറ്റ് ചെയ്തപ്പോഴും ഷാലിൻ ചോദിച്ചതാണ്, നീ പടം ചെയ്തിട്ട് എന്താ വലിയ ഗ്യാപ്പ് ആയി ചെയ്യാത്തത് മലയാളം ചോദിച്ചു. ഞാൻ പറഞ്ഞത് എനിക്ക് കൺഫ്യൂഷനാണ്. എന്നോട് പല മെസ്സേജ് ചെയ്യുന്നത് എങ്ങനെ പ്രബല പാട്ട് ഉണ്ടാക്കാൻ പറ്റുമോ, ഇപ്പൊ ഷാലിന്റെ പ്രശ്നത്തില് ഗംഗയിൽ ഒരു പാട്ടുണ്ടോ, അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അതൊരു കൺഫ്യൂഷൻ ആയിപ്പോഴും ഞാൻ പറഞ്ഞ എപ്പോഴും പ്രശ്നമാണ്. പക്ഷെ ഷാലിന് പറഞ്ഞു രവീന്ദ്രൻ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നിന്റെ സ്റ്റൈൽ എന്താണ് നിന്റെ ജോൺ, അത് നീ ചെയ്യും, നീ വേറൊന്നും നോക്കണ്ട, നിനക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ അച്ഛന്റെ ടെക്സ്റ്റ് ഉണ്ടാവാം, കാരണം ഞാൻ കൂടുതലും കേട്ടിട്ടുള്ള മലയാളം അച്ഛനെ പാട്ടാണ്, അതുകൊണ്ടായിരിക്കാം.
പ്രമുഖനെ പോലെ അല്ലെങ്കിൽ എനിക്ക് പോലത്തെ പാട്ടുകൾ ഇപ്പൊ ആളുകൾ ആസ്വദിക്കുന്നില്ല, നമ്മളിപ്പോ അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നില്ല, എന്താ മീൻ സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല, അങ്ങനെ പടം വരുന്നില്ല, മ്യൂസിക് ഫിലിം വരുന്നില്ല. വരുമ്പോൾ ചലഞ്ചാണ്, നമുക്ക് ചെയ്യാനൊരു പറ്റുമോന്ന് അറിയത്തില്ല, പക്ഷെ ശ്രമിക്കാനുള്ള ഒരു സന്ദർഭം വേണം, കിട്ടുന്നില്ല. എന്തൊക്കെ പറഞ്ഞാൽ ഈ കമ്പാരിസൺസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പ്രശ്നമാണ്. രവീന്ദ്ര മാഷ് പറയുന്നത് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അങ്ങനെ മകനായി വരുമ്പോൾ നെഗറ്റീവ്സ് ഉണ്ട്. പലരും പോരാ, അവൻ അത്ര പോരാന്ന് പറയും, ഇവിടെ പാട്ട് ചെയ്യുമ്പോൾ പോരാന്ന് പറയും. ഞാൻ ആദ്യം ചെയ്തത് യക്ഷിയാണ് പടമാണ്, വൃന്ദാവനം എന്നൊരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതുപോലെ പാട്ട് വിനയത്തിന്റെ പടത്ത് വന്നിട്ടില്ല, ചെയ്യാറില്ല. ഞാൻ ആ പാട്ട് ചെയ്ത് കാണിച്ചപ്പോൾ വിനയത്തെ ഫസ്റ്റ് പറഞ്ഞത്, ഞാൻ ഏത് എന്നത് പറയത്തില്ല, പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇത് എന്റെ ടൈപ്പ് പാട്ടല്ല, മനസ്സിലായി? കാരണം നീ ചെയ്യുന്ന കാര്യം ഒത്തിരി ആക്ഷൻ ഞാൻ ചെയ്യില്ല, കാരണം ഞാൻ ചെയ്താൽ നാളെ ആൾക്കാർ എന്നോട് ചെയ്യും രവീന്ദ്ര മാഷ് മലയാളം മിസ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പാട്ട് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ട് വിനയത്തിന്റെ പടത്തിൽ വരത്തില്ല. ആ പാട്ടിനെ കുറിച്ച് പലപ്പോഴും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് റിവ്യൂസ് ഉണ്ടായിരുന്നു. യൂട്യൂബിൽ വീഡിയോയുടെ കമന്റ്സ് നോക്കിയാൽ അറിയാൻ പറ്റും ഇവൻ രവീന്ദ്ര മാഷ് മകൻ തന്നെ പറയുന്നുണ്ട്. അതിന് മുമ്പ് കുറേ പറഞ്ഞു രവീന്ദ്ര മാഷ് മകൻ ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യാൻ നോക്കട്ടെ, അങ്ങനെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ പേടിക്കൂലേ? എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അത് ഓവർകം ചെയ്യുമ്പോൾ ഒരു പാട്ട് ഇറങ്ങുമ്പോൾ എന്താ പറയുന്നത് എന്ന് മാത്രമല്ല എന്റെ അച്ഛനെയും പറയും. അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് മറ്റേ ആളുകൾ. ചേട്ടായി സച്ചിയുമായി ഒരുമിച്ചുണ്ടാക്കിയ സിനിമയാണ്. ഇപ്പോ സച്ചി ഇവിടെ വാങ്ങിയപ്പോ മലയാളത്തിൽ നഷ്ടമായത് ഒരുപിടി നല്ല സിനിമകളും കൂടിയാണെന്നാണ് സിനിമാ പ്രേമികൾ വിശ്വസിക്കുന്നത്. അപ്പോ അദ്ദേഹവുമായി ഒരുപാട് കഥകൾ ചർച്ച ചെയ്തിരുന്നോ, അല്ലെങ്കിൽ സച്ചിയുടെ ഒരു വിടവ് അത് മലയാള തിരക്കഥാലോകത്തിൽ ഉണ്ടാക്കുന്ന ഒരു നഷ്ടം എത്രത്തോളം? ഓഫ് കോഴ്സ് സച്ചി ഒരു തിരക്കഥാകൃത്ത് മാത്രമല്ല, സച്ചി ഒരു ഫിലിം മേക്കർ കൂടിയാണ്. ഫിലിമിന്റെ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും നല്ല ഗ്രാഹ്യമുള്ളൊരു സിനിമാക്കാരൻ തന്നെയാണ് സച്ചി. സച്ചിയിലൂടെ വർക്ക് ചെയ്ത ചേട്ടായിസ് അല്ല, അതിനേക്കാളും കൂടുതൽ മേലെ എത്രയും മികച്ചു നിൽക്കുന്നതിന് സച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള അയ്യപ്പന് കോശി എന്ന് പറഞ്ഞു. ആ പടം തിരക്കഥ ആണെങ്കിലും അതിൽ ഈ ക്യാരക്ടേഴ്സിന്റെ മോൾഡിംഗ് ആണെങ്കിലും അതിന് ഡയറക്ടോറിയൽ സൈഡ് ആണെങ്കിലും എടുത്തു പറയേണ്ടതാണ്. ഒരുപാട് ഹൈറ്റ്സുള്ള ഒരാൾ ചെയ്ത പടം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അതിലൊരു നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനപ്പുറത്തേക്ക് അതിലില്ല. പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ അത്രയും ചെറുപ്രായത്തിൽ ഇനി ഒരുപാട് 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 വലിയ സിനിമകൾ സച്ചിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. അത് നേരത്തെ പറഞ്ഞ വിടവ് ഇനി പെട്ടെന്ന് ആർക്കും നികത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ആ വിടവ് തന്നെ ആയി തന്നെ നിലനിൽക്കുന്ന വിശ്വസിക്കുന്ന ഒരാളാണ്. അതേപോലെ മറ്റു കഥകളൊക്കെ ആലോചിച്ചിരുന്നു, അല്ലെങ്കിൽ മറ്റു സിനിമകളെ ഡിസ്കഷൻസ്, അതായത് മനസ്സിലാക്കുന്ന കഥകളൊക്കെ അറിവുണ്ടോ? ആലോചിച്ചു. ഞങ്ങൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ചേട്ടായിസ് ആയിരുന്നില്ല, അത് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള പൊളിറ്റിക്കൽ സെറ്റയർ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതായത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും രണ്ട് ഭാഗങ്ങളുടെയും പിന്നെ ഗുണങ്ങളും അതിന്റെ ആഴങ്ങളിലേക്ക് അറിയിച്ചതിലുള്ള വിമർശനമായിരുന്നു ആ സിനിമ. അത് റഷ്യയിലായിരുന്നു ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയൊരു ഭാഗം. അത് ഞങ്ങൾ ആ ചെയ്യാൻ ഉദ്ദേശിച്ചത് നിർമ്മാതാവ് ആ സമയത്ത് പിന്നെ ഒരു അസുഖം കൊണ്ട് പുള്ളി എക്സ്പയർ ആയി. അപ്പൊ അത് പെട്ടെന്ന് നടക്കാത്ത പറഞ്ഞ് ഞങ്ങൾ വേറെ ഇത് ചെയ്യാൻ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും രാത്രി കൂടിയ ഒരു പിന്നെ ദിവസത്തില് ബിജു ഇനീഷ്യേറ്റീവ് എടുത്തത്. ബിജു മേനൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഷാജയുടെ കുറെ കാര്യം സിനിമ ചെയ്തിരിക്കുന്നത്, ഇനി ഇതിനോട് ഓരോ കാര്യം പറഞ്ഞ് മാറാൻ സമ്മതിക്കില്ല, ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി ഉണ്ട് അവിടെ. സച്ചി ഞാനൊരു സബ്ജക്റ്റ് ഫ്രഷായിട്ട് ഇപ്പൊ പറയാം, ഷാജുവിന് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സുരേഷ് കൃഷ്ണനുണ്ട്, സുഖമുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഷാജുവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, ഇനി ഷാജുവിന് അതിന് മാറാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് സബ്ജക്റ്റിന്റെ ത്രെഡ് അപ്പത്തിന് പറയുകയും അത് അങ്ങനെ അവിടെ ഞങ്ങൾ ചെയ്യാൻ തീരുമാനമെടുക്കുകയും ചെയ്താണ് രണ്ടാമത് സച്ചിയായിട്ടുള്ള പ്രോജക്റ്റ്. മൂന്നാമത് സച്ചിയായിട്ട് ഞാൻ ആലോചിച്ച പ്രോജക്റ്റാണ് ലാലേട്ടനെ വെച്ചിട്ടൊരു പ്രോജക്റ്റാണ്. ലാലേട്ടന് ചൈന ടൗൺ പഠിക്കുന്ന സമയത്ത് ഹൈദരാബാദിൽ പോയിട്ട് അതിന്റെ സബ്ജക്റ്റ് ഞങ്ങൾ പറഞ്ഞു. ലാലേട്ടൻ സബ്ജക്റ്റ് ഇഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ രണ്ട് സബ്ജക്റ്റാണ് അന്ന് സച്ചി ലാലേട്ടനോട് തോന്നുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞു. അപ്പോൾ തന്നെ ജോഷിക്ക് വേണ്ടിയിട്ട് പിന്നെ റൺ ബേക്ക് രണ്ട് സബ്ജക്റ്റും പറഞ്ഞു. അപ്പൊ ആദ്യം എന്റെ സബ്ജക്റ്റ് പറഞ്ഞു, ലാലേട്ടൻ അത് ഇഷ്ടമായി അത് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടായിസ് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചിക്ക് സ്വയം ഒരു ഡയറക്ഷനിലേക്ക് ഇറങ്ങാൻ ആദ്യത്തെ പടം. അതിനെന്ത് ഞാൻ ആ പറഞ്ഞിട്ട് നമുക്ക് വേറെ സബ്ജക്റ്റ് ചെയ്താലോ, ആ സബ്ജക്റ്റ് കാരണം വെച്ചാൽ ലാലേട്ടൻ റൺ ബേക്ക് റണ്ണപ്പോഴത്തേക്ക് ചെയ്തു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞാനത് ചെയ്തോളാൻ പറഞ്ഞ പടമാണ്. ലാലേട്ടന് മാറി അത് പൃഥ്വിരാജ് ത്രൂ അനാർക്കലി എന്ന പേരിൽ ഇറങ്ങിയത്. അങ്ങനെ 3 പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി സച്ചിയായിട്ട് ഞാൻ ബന്ധപ്പെട്ടതാണ്. സംഗീതയുടെ മധുരരാജ്യത്തിന് ശേഷം സിനിമയുടെ മുതലാണ്. അപ്പം അവരെ
അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റില് മുംബൈയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പോർഷൻ തുടങ്ങുന്നത്. അപ്പോൾ മുംബൈയിൽ വെച്ചിട്ട് നമ്മൾ ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചിരുന്നു. അപ്പോൾ പ്രൊഡ്യൂസർ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാണ് പിന്നെ സണ്ണി ലിയോണിനെ ഞാൻ ഇതിലേക്ക് പങ്കെടുപ്പിക്കുക. കാരണം പുള്ളിയുടെ മകന്റെ റിലേറ്റീവാണ് ഈ സണ്ണിയുടെ മാനേജർ. അപ്പോൾ സണ്ണി നമ്മൾ സഹകരിക്കും. സാധാരണ പടങ്ങൾക്ക് കൊടുക്കേണ്ട റെമുനറേഷൻ കൊടുക്കേണ്ടി വരില്ല. പിന്നെ അവർ മാർക്കറ്റിംഗ് സൈഡിൽ എല്ലാം നമ്മൾ സഹകരിക്കും. ഞാൻ അത് ഏറ്റു എന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങോട്ട് വെച്ചൊരു ഓഫറാണ്. ആ ഓഫർ ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. എൻ്റെ ആവശ്യമായിരുന്നില്ല ആക്ച്വലി സണ്ണി ലിയോണിയുടെ ഒരു സോങ് ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ആ പ്രൊഡ്യൂസറുടെ ആവശ്യം, അത് പിന്നെ ആവശ്യം വരാത്തൊരു സജഷൻ ആ കറക്റ്റ് പൊസിഷനിലാണ്. ഞങ്ങൾ പടം സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് ഈ സോങ്ങോട് കൂടിയാണ്. മുമ്പേ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ സോങ് യൂസ്ഫുൾ ആയി. അങ്ങനെയാണ് ആ സോങ് ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്തുന്നത്. ഞങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. വേറെ സിനിമയ്ക്ക് വേണ്ടി സമീപിച്ച് ബാർഗെയിൻ ചെയ്ത് സംസാരിച്ച് നമുക്ക് എഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത്രയും കോസ്റ്റ്, അവരുടെ റെമുനറേഷൻ കോസ്റ്റാണ്, അവരുടെ കോസ്റ്റ്യൂമിന് കോസ്റ്റ് അത്ര വലുതാണ്, അതിന് സെറ്റപ്പ്, ഡാൻസസ് ബോംബെ വെച്ച് വലിയ ചിലവുള്ള കാര്യമില്ല. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇതിന്റെ ഈ പടത്തിന്റെ ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല, അത് സെപ്പറേറ്റ് ബഡ്ജറ്റാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കതൊരു ഒരുപാട് തലേന്ന് ഇറങ്ങി. അങ്ങനെ സമാധാനമായിട്ട് ചെയ്തൊരു സോങ്ങാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയി വന്നിട്ട് വിഷ്വലി മനോഹരമായിട്ട് വന്നിട്ടുള്ള ഒരു സോങ്ങാണ്. എനിക്കിതിനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടിയിട്ടുള്ളത്. 1.5 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ആ സോങ് തീർക്കുന്നത്. ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അത്രയധികം ഷോർട്സ് ഉണ്ട്, അത്ര വലിയൊരു ക്യാൻവാസും ചെയ്തൊരു സോങ്ങാണ്. ഏറെ സന്തോഷമുണ്ട് ഇപ്പൊ അങ്ങനെ സോങ് ഉൾപ്പെടുത്താൻ പറ്റിയത്. ചേട്ടാ, ഇപ്പൊ സിനിമ സ്വപ്നം ഉണ്ടാവില്ല. ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് സീരിയലിൽ നിന്ന് സിനിമയിലേക്ക്, അപ്പൊ ഇങ്ങനെയുള്ള സിനിമയിലേക്ക് ഇത്രയും എക്സ്പീരിയൻസ് ആയ ഡയറക്ടറുടെ സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഒറ്റ വാക്കി പറയാന്ന് വെച്ചാല് ഭാഗ്യാണ്. എല്ലാം പറയില്ല, സിനിമയില് കഴിവുള്ള ആൾക്കാർ മാത്രമല്ല സിനിമയിൽ എത്തുന്നത്, ഭാഗ്യം കൊണ്ട് എത്തുന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യാണ് ഇവിടെ ഇരിക്കാൻ പറ്റിയത്. തന്നെ ഏറ്റവും വലിയ ഭാഗ്യാണ്. അതും ഈ സിനിമയിൽ ഒരു 3 ഷെയ്ഡ് ചെയ്യാൻ പറ്റുക. അപ്പം അത് സാറിന്റെ ആ ഒരു ക്ലാസ്, ഈ ഇതിലൂടെ ഓരോ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് മാറാൻ പറ്റുന്നതൊക്കെ ഈ ഒരു സിനിമയുടെ ഭാഗമാണ്. അപ്പൊ അതൊക്കെ ഈ ഒരു സിനിമ ചെയ്യാൻ പറ്റി. നമ്മുടെ പ്രൊഡ്യൂസർ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരാളാണ് ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ. ഞാൻ സീരിയൽ നടനായിരുന്നല്ലോ. ഈ സീരിയൽ നടനെ ഇങ്ങനെ ഒരു വലിയൊരു ബാനറിൽ ഒരു ടൈറ്റിലായിട്ട് വെക്കാൻ മനസ്സ് കാണിച്ച പ്രൊഡ്യൂസറോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അത് അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഡോക്ടർ വിജയശങ്കർ മേനോൻ സാർ. അദ്ദേഹം കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടായിട്ട് വരാത്തത്. അദ്ദേഹത്തിനോട് കുടുംബത്തോട് ഇപ്പോൾ വലിയൊരു നന്ദി പറയണില്ല. ഇങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയില്ല. സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് ആക്ടിങ് തന്നെയാണെന്ന് പറഞ്ഞാൽ രണ്ട് വിവിധമാണ്. അപ്പൊ മേക്കിംഗ് വൈസ് ആയാലും ശരി, പ്രസന്റേഷൻ ആയാലും ശരി, അപ്പോൾ വല്ലാതെ ഡ്രീം സിനിമയാണ്. എന്തെങ്കിലും ഒരു വലിയൊരു സ്ക്രീനിൽ നമ്മൾ കാണുക എല്ലാവർക്കും. ഇപ്പൊ താങ്കളുടെ ഡ്രീം ഇപ്പൊ സാധ്യം പോവാണ്. ഇപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ സീരിയലിലേക്ക് തിരിച്ചു പോകും? ഇല്ല, ഞാനിപ്പോ സീരിയലിലേക്ക് തിരിച്ചു പോകുന്ന വെച്ചാൽ ഇതിന്റെ ഒരു എന്താ പറയുക വല്ലാത്ത ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത്. കാരണം സീരിയലിൽ പ്രോബ്ലം ഉള്ളത് കൊണ്ടല്ല ഞാൻ സിനിമയിലേക്ക് വന്നത്. എന്റെ സാഹചര്യം എന്നെ അങ്ങോട്ട് എത്തിക്കായിരുന്നു സിനിമയിലേക്ക്. കാരണം ഞാൻ ബ്രേക്ക് എടുത്ത സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസറുടെ കോള് വരുന്നതും പിന്നെ ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ സംഭവിച്ചത് അവിടെ ഇരിക്കുന്നത്. അപ്പോ തിരിച്ചു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം സിനിമയിൽ നിൽക്കണമെന്നാ. അപ്പോ ഓരോരോ കഥാപാത്രങ്ങൾ, പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പൊ സീരിയലാകുമ്പോൾ നമ്മളൊരു 3-4 വർഷം ഒരേ കഥാപാത്രത്തെ നമുക്ക് കൊണ്ടുവരും. അപ്പൊ അതിന് നമുക്ക് എപ്പോഴും മുഷിപ്പുണ്ടാവുമല്ലോ. ഇതില് ഒരിക്കൽ പോലീസ് ഓഫീസർ ആവാം, ഒരിക്കൽ വക്കീലാവാം, അല്ലെങ്കിൽ അത് എന്തും ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യാൻ എനിക്കിഷ്ടം. അതാ പറഞ്ഞത്. ചിലപ്പം തിരിച്ചു പോകുന്ന വെച്ചാൽ എന്നെ ദൈവം എങ്ങനെയാണ് കൊണ്ടുപോയി കളിക്കുന്നത് എനിക്കറിയില്ല. അപ്പം തിരിച്ചു പോയില്ല എന്നൊക്കെ ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഈ സീരിയലില് അഭിനയിക്കുന്നവർക്ക് സിനിമയിലേക്ക് വരുമ്പോൾ, അതായത് അവസരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ സിനിമാക്കാരിലേക്കാണെങ്കിലും ഒരു സംസാരമുണ്ട്, സീരിയലിൽ അഭിനയിക്കുന്ന ഒരു സിനിമയിലേക്ക് വരണ്ട, അത് ശരിയാവില്ല എന്ന് തോന്നുന്നു, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? അഭിനയത്തിൽ വ്യത്യാസമുണ്ടോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഈ സിനിമയിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രൊഡ്യൂസർ വിജയശങ്കർ മേനോൻ സാറ് സീരിയല് കണ്ടിട്ടാണ് എന്നെ നോട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് ആ സീരിയലാണ് ശരിക്കും ബ്ലെസ്സിങ് ആയത്. ശരിക്കും സീരിയലിലൂടെ കണ്ടു, ആ കഥാപാത്രത്തെ കണ്ടു, അയാളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആക്കി. അതിനുശേഷമാണ് എന്നെ ഷാനു സാറിന്റെ അടുത്തേക്ക് എത്തിച്ചത്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഷാൻ സാറിന്റെ അടുത്തത്തെ സമയത്തും ഒരിക്കലും സീരിയൽ നടൻ എന്നൊരു വാക്ക് പോലും എവിടെയും ഉച്ചരിച്ചിട്ടില്ല. ഈ സിനിമ തീർന്നില്ല ഈ ദിവസം വരെ ഒരു സീരിയൽ നടന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു സംസാരം നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ മുന്നേ സംസാരിച്ച വിഷയമായിരുന്നു. പക്ഷെ ഇവിടെയല്ല, ഞാൻ സീരിയൽ നടനായിരുന്നു എന്ന രീതിയിലായിരുന്നു നമ്മുടെ ഈ സിനിമയിലേക്ക് എൻ്റർ ചെയ്തത്. പക്ഷെ സാറിന്റെ ഞാൻ പറഞ്ഞു നമ്മളൊരു ക്യാമ്പും ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ എന്ന വ്യക്തി മുഴുവനായിട്ടും ഒരു ബ്ലാങ്ക് പേപ്പറാക്കി മാറ്റിയതിനു ശേഷം പുതിയൊരു ലൈഫ് എനിക്ക് അവിടെ കാണിച്ചു, പുതിയൊരു രീതികൾ, പുതിയ സിനിമയിൽ എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഒരു വലിയൊരു ക്ലാസ് 8-10 ദിവസത്തെ ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിലൂടെയാണ് നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നത്. സിനിമയിൽ നിന്ന് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ നമുക്ക് പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് അഭിനയത്തിന്റെ കാര്യത്തിലാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ സാറിന്റെ ക്ലാസ്സിലൂടെ നമുക്ക് ഒരുപാട് തെറ്റുകൾ തിരുത്തി. അഭിനയിക്കുന്നത് നമ്മൾ എന്താ പറയാ ഡിജിറ്റലായിട്ടൊക്കെ അല്ല, സാറാണല്ലോ നമ്മളെ ആ ഒരു ട്രെയിൻ ചെയ്യിച്ചത്. അപ്പൊ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ സാർ അവിടെ മാർക്ക് ചെയ്യും. അപ്പൊ ആ എന്റെ ഭാഗത്തുള്ള ഫോൾട്ടുകൾ തിരുത്തി 10 ദിവസം കൊണ്ട് സാർ എന്ത് ചെയ്തു, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ചെയ്യണം, പുതിയൊരു വ്യക്തിയാക്കി എന്നെ മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോ തന്നെ ഫിലിമിലേക്ക് ഒരു എൻട്രി കിട്ടാണ്ട് വേണമെന്ന് വെച്ചാൽ ആദ്യം പിടിച്ചാൽ കിട്ടാന്നേ ഉള്ളൂ. പക്ഷെ ക്യാരക്ടർ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് കഥാപാത്രം കിട്ടുമ്പോൾ എനിക്ക് നോട്ടബിൾ ആവണം, അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻട്രി ആവുന്നത്. തട്ടുമുത്താച്ചതിന്റെ ആയാലും ശരി, ഈ ചിത്രങ്ങളായാലും അങ്ങനെ ഒരു തോന്നിയത് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് എത്ര സ്ട്രഗിൾ ചെയ്യുമ്പോൾ വരും? ഉള്ള ഒരാൾക്ക് എത്ര സ്ട്രഗിൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ട്. അവരവരുടെ രീതിയിൽ വ്യത്യസ്തമായ സ്ട്രഗിൾസ് ഉണ്ട്. നല്ല ക്യാരക്ടർ കിട്ടാനും അല്ലെങ്കിൽ ചെയ്ത ക്യാരക്ടർ നോട്ട് ചെയ്ത് പിന്നീട് അവസരങ്ങൾ വരാനും അതൊക്കെ ഒരു ഭാഗ്യം പിന്നെ കഴിവ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ഒരു എലിമെന്റ് ആണ്. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും എന്നെ ലോഞ്ച് ചെയ്തത് ലാജോ സാറാണ്. അതിലുള്ള നന്ദി എനിക്ക് ഒരു കാലത്തും പറഞ്ഞാൽ തീരില്ല. കാരണം അത്രയും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് എനിക്ക് ആ സിനിമയിലേക്ക് ഓഫർ വരുന്നത്. അത് അത്രയും വലിയ ബാനറായിരുന്നു, അത്രയും വലിയ നടനാണ് അഭിനയിച്ചത്. അദ്ദേഹത്തിനൊക്കെ ഒപ്പം ചെയ്യാൻ പറ്റി എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നീട് അതിനുശേഷം ഞാൻ സിനിമകൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ കണ്ടിന്യൂ ചെയ്തിരുന്നു. പിന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളൊന്ന് അതിലേക്കും കൂടെ ഫോക്കസ് കൊടുത്തിരുന്നു. ഇപ്പൊ വീണ്ടും ഷാജൻ സാറിന്റെ ഈ സിനിമയിൽ ചെയ്യാൻ പറ്റിയ അതിൽ ചിന്നു എന്നാണ് എൻ്റെ ക്യാരക്ടറുടെ പേര്. അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു സ്ട്രഗിൾ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് വന്നത്. കാരണം ഞങ്ങളിതിൻ്റെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ്, നേരത്തെ ശിവ പറയുണ്ടായി, അതുപോലെ ഞങ്ങൾ ഒരുപാട് പേര് ഓഡിഷനിലൂടെ തന്നെയാണ് ഈ സിനിമയിൽ വന്നത്. അപ്പോൾ എറണാകുളത്ത് ഒത്തിരി പേര് ക്യൂ നിന്ന് അവരുടെയൊക്കെ ഒപ്പം ഒരാളായി നിന്നിട്ട് തന്നെയാണ് അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് സിനിമയിലേക്ക് ഇനിയൊരു സിനിമയിൽ എന്തെങ്കിലും ഭാഗമാണെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അവരവരുടെ രീതിയിലുള്ള സ്ട്രഗിൾസ് എപ്പോഴും ഉണ്ടാകും. എക്സാക്ട്ലി നിങ്ങൾ അത് ഉദ്ദേശിച്ചതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ലാജു സാർ ഞങ്ങളുടെ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം ചെയ്യാം. അതിനുശേഷം വരുന്ന കാര്യങ്ങളും ഓഫേഴ്സും എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സാർ ഞങ്ങളുടെ ക്യാമ്പിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്, ഫഹദിന്റെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ സാർ ആദ്യമേ നോട്ട് ചെയ്തിരുന്നു. ഒരുപാട് കഴിവുള്ള ആളാണ്, വലിയ നിലയിലെത്തുന്ന സാറിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മുടെ കഴിവാണ് എല്ലാ അവസരങ്ങളെയും ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ. പിന്നെ ലക്കും അതിനോടൊപ്പം ഒരു ഫാക്ടറാണ്, വിസിബിലിറ്റി അത് വേറൊരു ഫാക്ടറാണ്. അപ്പൊ എല്ലാം കൂടെ വരുമ്പോൾ തന്നെയാണ്, അല്ലാണ്ട് ഒരിക്കലും ഒരു സ്റ്റാർ കിട്ടിന് പലതരത്തിലുള്ള നെപ്പോട്ടിസം ഡിഫറൻസ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഇഫ് വി വർക്ക് ഫോർ ഇറ്റ് വി ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ്. മേ ബി സ്ട്രഗിൾ ഉണ്ടാവും, സ്ട്രഗിളിന്റെ രീതികൾ വ്യത്യാസം ഉണ്ടാവുമെങ്കിലും ഇഫ് യു ട്രൈ ഹാർഡ് വി ഡെഫിനറ്റ്ലി ഗെറ്റ്. എനിക്ക് അതാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇപ്പം നാടകത്തോടാണ് വന്നിരുന്നത്, നാടകത്തിൽ സീരിയൽ സിനിമ. അപ്പോൾ എപ്പോഴെങ്കിലും മുമ്പ് സാധാരണ ഒരു മെയിൽ ഡോമിനൻസ് അല്ലെങ്കിൽ മെയിൽ ഇൻഷുറൻസ് ഉള്ള ഒരു തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ കിട്ടാനുണ്ടായിരുന്നില്ല തലമുറ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം നാടകത്തിലാണെങ്കിലും എല്ലായിടത്തും നമുക്കൊരു സ്പേസ് ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം നാടകത്തിലൊരു 8 വർഷമായിട്ടുള്ള നാടകത്തിലെ ഒരു യാത്രയിൽ എനിക്ക് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മിക്കതും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകങ്ങളായിരുന്നു. അതിനുശേഷം സീരിയൽ വന്നപ്പോഴാണെങ്കിലും സീരിയലും നായകനും നായികയ്ക്കും തുല്യം എന്നുള്ള രീതിയിൽ തന്നെ ചിലതിൽ ഫീമെയിൽ എൻ്റെ ക്യാരക്ടർ കുറച്ച് കൂടുതലായിട്ടുള്ളത് ക്യാരക്ടറായിരുന്നു.
ഇപ്പം സിനിമയിൽ വരുമ്പോഴാണെങ്കിലും അങ്ങനെയുണ്ട്. അത് ഓരോ സിനിമയ്ക്കും അതിൻ്റെ ആവശ്യമായിട്ടുള്ള കഥയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലെ ഈ ക്യാരക്ടർ സാറ് നേരിട്ട് വിളിച്ച ഒരു ക്യാരക്ടറാണ് മീരയുടെ ക്യാരക്ടർ. അതിലെനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. ഒരു നാടകത്തിൽ നിന്നും ഇപ്പം ഈ പറഞ്ഞ പോലെ സൂര്യചേട്ടനോട് ചോദിച്ച പോലെ തന്നെ സീരിയലിൽ നിന്ന് വരുന്നു, സീരിയലിലെ നായിക, എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും സീരിയൽ 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 ഇങ്ങനെ എല്ലാവരും പറയും. അപ്പോൾ നാടകത്തിൽ നിന്ന് വന്നു എന്നുള്ളതും സീരിയലിൽ നിന്ന് വന്നു എന്നുള്ളതും സിനിമയിൽ എത്തി നിൽക്കുന്നതും അത് നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക. ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നു. അതിപ്പം നാടകം കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഓഫർ വരാറുണ്ട്, സീരിയൽ കണ്ടിട്ട് വരാറുണ്ട്. അപ്പം അതുപോലെ തന്നെ എൻ്റെ കഴിവിൽ ഒരു വിശ്വാസം തോന്നിയിട്ട് സാറ് വിളിച്ചു. അതുപോലെ നല്ല അവസരങ്ങൾ എല്ലാവർക്കും തേടി വരും. അത് ഇപ്പോഴും ഒരു ബാധ്യത തോന്നുന്നു. ഇപ്പോൾ കണ്ടിന്യൂസ് സീരിയൽ പറഞ്ഞാൽ ഒരു സീരിയൽ ഒരു കഥാപാത്രം 3 കൊല്ലം 4 കൊല്ലമായിരിക്കും കണ്ടിന്യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഓഡിയൻസ് അതുപോലെ വേണം, അവരുടെ ഫാമിലിയിലുള്ള ആളായിട്ട് അല്ലെങ്കിൽ ഇന്ന സീരിയലിലെ കുട്ടിയല്ലേ അങ്ങനെ സീരിയലോ അത് ഒരു കുറച്ചൊരു ചെയ്യും. ആദ്യം ഒരു രസം തന്നെ, പിന്നീട് സ്റ്റേജ് ചെയ്യുമ്പോൾ എനിക്ക് വേറെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സഫക്കേഷൻ ഫീൽ ചെയ്യാറുണ്ടോ? നിലവിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ എല്ലാം ഒരു ഗ്യാപ്പ് ഇട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം നാടകമാണെങ്കിൽ പിന്നെ കുറച്ച് നാൾ സീരിയൽ ചെയ്യും, അതിനുശേഷം വീണ്ടും സിനിമകൾ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നാടകത്തിലേക്ക് തിരിച്ചു പോകും. പിന്നെ ഇപ്പോൾ സിനിമ ചെയ്തു, ഇപ്പോൾ പിന്നെ ഞാൻ സീരിയൽ ചെയ്യുന്നുണ്ട് സീ കേരളത്തിൽ. അപ്പോൾ അത് ബാധ്യതയൊന്നുമല്ല, നമുക്ക് ഓരോ ക്യാരക്ടറും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിലേക്ക് കിട്ടുക, അത് നന്നായി ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത് താങ്കളുടെ ലൈഫിൽ നടന്നൊരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് അതാണോ ഈ സിനിമ എടുക്കാനായിട്ടൊരു പ്രചോദനം പറയുന്നത്? So I am the co-producer of the movie, and the movie has been produced under our company banner. And basically, your question what you asked is about my father. So Dr. K.P. Vijay Shankar, who is the main producer, unfortunately he couldn't come today. Because he had some health issues yesterday also. Today he has some fever, so he's resting in the hotel. So I just went to check on him, and I got late for the press conference here. So sorry about it. And basically, when this project started, few years back, I remember Dr. K.P. Vijay Shankar, the producer. He had this pet project. Always he had this dream of making a Malayalam movie. And somehow he wanted to merge his life story, his line of work into a movie also. And initially when we started, thinking about this project, we thought if we only portray his life and his work, what we do as a company, basically we are into laying pipelines in the sea. In the Malayalam, the song still I will manage. നമ്മൾ കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ശുദ്ധീകരിച്ച് ഡീസാലിനേഷൻ ചെയ്തിട്ട് ഈ നാട്ടുകാർക്കും കമ്പനീസിനും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ പോർട്ടബിൾ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മുടെ മെയിൻ ബിസിനസ്. ആൻഡ് മൈ ഫാദർ കെയിം ടു ബോംബെ ഫ്രം കേരള, ആൻഡ് ഹൗ ഹി എസ്റ്റാബ്ലിഷ്ഡ് ഹിംസെൽഫ് ഇൻ ദിസ് ഇൻഡസ്ട്രി. ആൻഡ് ഈവൻ ദാറ്റ് we wanted to merge it into a story. So initially we thought instead of making a documentary, why not have a good script along with it and merge both things and make it into a good movie. And that is how we met Shadun sir and the entire team, and we started this project. Now my father basically he wanted to come here and attend this, but he couldn't. But I will tell you that this movie is also about how he has progressed in life, and the main character in the movie, Suraj, is actually portraying his character. And there are many elements from his life that we have incorporated in the script and somehow tried to portray that. Thank you. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ എങ്ങനെ ഫോട്ടോഗ്രാഫിലൊക്കെ റിലീസായി കണ്ടിരിക്കുന്നത് അതിനുശേഷം വരുന്ന ചിത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് വരുന്നത്? എന്താണ് ഈ സിനിമയിലെ കഥാപാത്രം? ഞാൻ 14 ഫെബ്രുവരിയിൽ പറഞ്ഞ പോലെ തന്നെ ചാൻസ് ചോദിച്ചിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ ഒരു ദിവസം ഷാജൻ സാർ ഇങ്ങനെ പറഞ്ഞു ഒരു പടം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് നമ്മളെ ഓഡീഷനും ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും,
അതിൻ്റെ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു. എന്താ ഇൻട്രസ്റ്റഡ് അല്ലാത്തവർക്ക് സിനിമയാണ് ബേസിക്കലി നമ്മളെ ഇപ്പൊ എന്താ വെച്ചാൽ നമുക്കൊരു സ്ക്രിപ്റ്റ് അങ്ങനെ പോയിട്ട് സെലക്ട് ചെയ്യാം, അതൊന്നും പറ്റില്ല. ഏറ്റവും എന്താണ് പിന്നെ ഇതൊരു ലക്കല്ലേ, ഷാൻ സാറെ പുറത്തെ ഒരാളെ കൂടെ വർക്ക് ചെയ്യാൻ, ലാൽ സാറെ കൂടെ അല്ലെങ്കിൽ മോഹൻ സാറിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അതിലും ഉപരി മലയാള സിനിമയിൽ ഏറ്റവും വലിയ ലെജൻഡായ ശശി സാറെ അസോസിയേറ്റ് ആയിട്ട് എത്രയോ കാലങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്, അതൊക്കെ ഒരാളെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഹാപ്പിയാണ്. പിന്നെ എന്താ പറയേണ്ടത് സാർ, 2-ാം തീയതി സിനിമ ഇറങ്ങുവാണ്. കാണുന്ന പ്രേക്ഷകരോട് പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള ഒരു ജോണർ തന്നെയാണ് ആ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ സിറ്റി ബാക്ക്ഗ്രൗണ്ടിൽ മുംബൈയിലൊക്കെ പോയി വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. പിന്നെ ന്യൂജൻ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും അതിൻ്റെ അത് ഫോളോ ചെയ്യാനും അത് ആസ്വദിക്കാനും താല്പര്യമുള്ള രീതിയിലാണ് അതിൻ്റെ മേക്കിംഗ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വരണം, ഞങ്ങൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം, ആസ്വദിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാൻ. നിഖിൽ ഫോട്ടോഗ്രാഫർ ഉണ്ട്, സിനിമോഗ്രാഫർ, DOP. ബ്രോ, ഫസ്റ്റ് ഫിലിമാണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഇതേപോലെ ഡയറക്ടറുമായിട്ട് ഡയറക്ഷൻ ഇങ്ങനെ ചെയ്യാനായിട്ട്? വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. കാരണം ഷാനുജയുടെ പോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലെജൻഡ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ സിനിമ ഷാനുജയോട് ചെയ്യാൻ പറ്റിയത് അതിൽ ഞാൻ ഭയങ്കര ലക്കി. അതിൻ്റെ കൂട്ടത്തിൽ കുറേ എലമെന്റ്സ് ഉണ്ട് സിനിമയിൽ. ഒരു ആദ്യത്തെ സിനിമയ്ക്ക് ഒരാൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാത്തരം സീക്വൻസുകളും എനിക്ക് ഈ സിനിമയിൽ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. ഐറ്റം സോങ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഷാനുജയുടെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. ഒരു ഫ്രെയിമിങ്ങിലാണെങ്കിലും എല്ലാത്തിലും ഒരു ഗൈഡൻസ് കിട്ടി. പിന്നെ ഫുൾ ഫ്രീഡം കിട്ടി. എന്ത് വേണമെങ്കിലും നമ്മൾ ലൈറ്റ് ഇങ്ങനത്തെ മൂഡിലോട്ട് പോവാം എന്നൊക്കെ തീരുമാനിച്ചാലും ഞാനൊരു പുതിയ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. സോ ഹാപ്പി ആയിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. തീർച്ചയായും സിനിമ വലിയൊരു വിജയമായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.